ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മനമസ്കാരം. ഓരോരോ കാലഘട്ടങ്ങളിലായി ഓരോ പ്രത്യേക കർമ്മങ്ങൾ ചെയ്യാനായി ഭഗവാൻ എടുത്ത സവിശേഷ അവതാരങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായ വിശദീകരണമാണ് ശ്രീമദ് ഭാഗവതം എന്നത്. ഇതിലൂടെ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭഗവാന്റെ പ്രധാന അവതാരങ്ങളെക്കുറിച്ചും അവതാര കർമ്മങ്ങളെക്കുറിച്ചും വളരെ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭം മുതൽ പ്രപഞ്ചത്തിലെ സർവ്വലോകങ്ങളിലുമായി പൂർണ്ണ അധികാരത്തോടെ പ്രവർത്തിക്കുന്ന രണ്ട് വിഭാഗം ജീവാത്മാക്കളാണുള്ളത്: ദേവന്മാരും അസുരന്മാരും. ബ്രഹ്മാവ് പ്രപഞ്ചത്തിലെ ആദ്യ ദേവനും ഹിരണ്യാക്ഷൻ ആദ്യ അസുരനുമാണ്. ഭൂലോകം മഹാസാഗരത്തിൽ ആണ്ടുപോയപ്പോൾ ഭൂമിയിലെ സകല സൃഷ്ടികളുടെയും പരിപാലകനും അനന്തശക്തിമാനുമായ ഭഗവാൻ ബൃഹത്തായ വരാഹ അവതാരം സ്വീകരിച്ചു. ആ വരാഹം തൻ്റെ നാസികയാൽ ഭൂമിയെ മഹാസാഗരത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഭൂമിയെ ഉയർത്താനായി ഭഗവാൻ അവതരിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ കർമ്മത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു. ഭഗവാന്റെ ആ വരാഹ അവതാരം ഹിരണ്യാക്ഷനെ സ്വന്തം ദംഷ്ട്രയാൽ പിളർത്തി വധിക്കുകയും ചെയ്തു. ഇനി രണ്ടാമതായി രുചേ എന്ന പ്രജാപതിക്ക് സ്വന്തം പത്നിയായ ആകുതിയുടെ ഗർഭത്തിൽ ഭഗവാൻ സുയജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ഭഗവാന്റെ രണ്ടാമത്തെ അവതാരം സുയജ്ഞ അവതാരമായിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഭഗവാൻ സുയജ്ഞനായി ജനിച്ച് 3 ലോകങ്ങളുടെയും കൊടും ദുരിതങ്ങളെ ലഘൂകരിച്ചു. ആയതിനാൽ ദുഃഖങ്ങളെ ഹരിച്ചവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ മാനവരാശിയുടെ പിതാവായ സ്വയംഭുവ മനു ഹരി എന്ന നാമം നൽകി വിളിച്ചു. അങ്ങനെയാണ് ഭഗവാന് ശ്രീഹരി എന്ന നാമം ലഭിച്ചത്. മൂന്നാമതായി പ്രജാപതി കർദമനെ അദ്ദേഹത്തിൻ്റെ പത്നി ദേവഹൂതിയിൽ 9 സഹോദരിമാർക്ക് താഴെ അനുജനായി ഭഗവാൻ കപില മഹർഷിയായി അവതരിച്ചു. എന്നിട്ട് അദ്ദേഹം സ്വന്തം മാതാവായ ദേവഹൂതിക്ക് ആത്മജ്ഞാനം പകർന്നു നൽകി. അങ്ങനെ ആത്മജ്ഞാനം ലഭിച്ചതിനാൽ ദേവഹൂതി എല്ലാ ഭൗതിക അശുദ്ധിക്കും കാരണമാകുന്ന ലൗകിക ജീവിതത്തോടുള്ള മമതയെ കഴുകിക്കളഞ്ഞ് പവിത്രീകരിക്കപ്പെട്ട് മോക്ഷത്തെ പ്രാപിച്ചു. അടുത്തതായി പുത്രന്മാരില്ലാതിരുന്ന മഹാമുനിയായ അത്രി മഹർഷി സന്താന സൗഭാഗ്യത്തിനായി ഭഗവാനോട് പ്രാർത്ഥിച്ചു. അതിൽ സംപ്രീതനായ ഭഗവാൻ അത്രി മഹർഷിയുടെ പുത്രനായി ദത്താത്രേയ മഹർഷിയായി അവതരിച്ചു. ഈ ദത്താത്രേയ മഹർഷി പിന്നീട് യദു രാജാവിനും കാർത്യവീരാർജുനനും ആത്മജ്ഞാനം നൽകി അനുഗ്രഹിച്ചപ്പോൾ പരിശുദ്ധരാക്കപ്പെട്ട അവർ രാജാവായിരിക്കുമ്പോൾ തന്നെ മനസ്സാൽ മഹർഷി തുല്യം ജീവിച്ച് രാജർഷിമാരായി തീർന്ന് മുക്തിയെ പ്രാപിച്ചു. അടുത്തതായി ഭഗവാന്റെ പ്രധാന അവതാരമായി പറയുന്നത് സനകാദി മഹർഷിമാരാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ, അതായത് ബ്രഹ്മദേവൻ പറയുകയാണ്, സൃഷ്ടിയുടെ ആരംഭത്തിൽ എനിക്ക് വിവിധ സൃഷ്ടികർമ്മങ്ങൾ നടത്തണമെന്ന ആഗ്രഹമുണ്ടായപ്പോൾ ഞാൻ അതികഠിനമായൊരു തപസ് ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്ത സനാതനമായ ആ തപസ്, സനാതനമെന്നാൽ ഒരിക്കലും നശിക്കാത്ത, നാശമില്ലാത്ത ആ തപസ്സിൻ്റെ ഫലമായി സംപ്രീതനായ ഭഗവാൻ ശ്രീഹരി തന്നെ 4 കുമാരന്മാരായി. സന എന്ന വാക്കിൽ നിന്നും, ശാശ്വതമായത് എന്നർത്ഥം വരുന്ന സന എന്ന വാക്കിൽ നിന്ന് സനകൻ, സനത്ത്, സനന്ദൻ, സനാതനൻ എന്നീ പേരുകളിൽ അവതരിച്ചു. പൂർവകൽപ്പത്തിൽ നേടിയ ആ ബ്രഹ്മജ്ഞാനത്തെ മറന്നുപോയ ആ കുമാരന്മാരുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ തന്നെ അവർക്ക് ആത്മജ്ഞാനം തെളിയിച്ചു കൊടുത്തു. അങ്ങനെ അവർ ജന്മം കൊണ്ട് തന്നെ ആത്മജ്ഞാനികളായി മാറി. ഈ സനകാദി മഹർഷിമാർ ആത്മീയമായ ആ സത്യത്തെ വളരെ ഹൃദ്യമായി വിശദീകരിച്ചു നൽകിയതിനാൽ ഋഷിമാർക്ക് അതിനെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും സാധിച്ചു. ആറാമതായി ഭഗവാന്റെ വിശേഷ അവതാരമായി കണക്കാക്കപ്പെടുന്നത് നരനാരായണ അവതാരമാണ്. ദക്ഷപ്രജാപതിയുടെ പുത്രിയും ധർമ്മദേവന്റെ പത്നിയുമായ മൂർത്തിദേവിയിൽ ശ്രേഷ്ഠമായ തപോബലത്തോടു കൂടിയവരായി
നരനെന്നും നാരായണനെന്നും പേരുള്ള രണ്ട് ഇരട്ടകളായ സഹോദരങ്ങളായി ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ തൻ്റെ ശ്രേഷ്ഠമായ തപശ്ചര്യകളും തപോബലവും പ്രദർശിപ്പിക്കുവാനാണ് ഈ അവതാരമെടുത്തത്. നരനാരായണന്മാരുടെ തപശക്തി കണ്ട് ഭയന്ന ഇന്ദ്രൻ അവരുടെ തപസ്സിനെ വിഘ്നം വരുത്തുവാൻ കാമദേവനെ ഏൽപ്പിച്ചു. ഈ കാര്യത്തിൽ കാമദേവനെ സഹായിക്കാനായി വന്ന അപ്സരസുകൾക്ക് പോലും നാണം തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിസുന്ദരിയായ ഉർവശീദേവി ഈ നരനാരായണന്മാരുടെ തുടയിൽ നിന്നുമാണ് ഉണ്ടായത്. നരനാരായണന്മാരുടെ തപസ്സിളക്കാൻ വന്ന അപ്സര സ്ത്രീകൾ അവരെക്കാൾ സുന്ദരിയായ ഉർവശിയെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. സ്വന്തം സൗന്ദര്യത്തിൽ അവർക്കുണ്ടായിരുന്ന അഹങ്കാരം അതോടെ ഇല്ലാതായി. ഭഗവാനിൽ നിന്നും ജനിച്ചവൾ തങ്ങളെക്കാൾ സുന്ദരിയാണെന്ന് കണ്ട് അവർ നാണം കെട്ട് തിരിച്ചുപോയി. ഇനി നമുക്കറിയാം, ഭാഗവതം എന്നാൽ ഭഗവാന്റെ മാത്രമല്ല ഭഗവത് ഭക്തരുടെയും കഥയാണെന്ന്. അങ്ങനെയുള്ള ഒരു ഉത്തമ ഭക്തനായ ധ്രുവനെയും അവനെ അനുഗ്രഹിച്ച ഭഗവാനെയും കുറിച്ച് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാഭക്തനും മഹാരാജാവുമായ ഉത്താനപാദന്റെ പുത്രനായ രാജകുമാരൻ ധ്രുവൻ വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സ്വന്തം പിതാവിൻ്റെ മടിയിലിരിക്കുകയായിരുന്നു. രാജാവ് മകനെ ലാളിക്കുന്നത് അവൻ്റെ രണ്ടാനമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ ധ്രുവനെ രാജാവിൻ്റെ മടിയിലിരിക്കാൻ നിനക്ക് ഒരു അവകാശവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മടിയിൽ നിന്നും തള്ളി താഴെയിട്ടു. രണ്ടാനമ്മയുടെ ഈ പ്രവൃത്തിയിൽ ധ്രുവൻ വളരെയധികം ദുഃഖിച്ചു. ആ ഭാര്യയിൽ അത്യധികം പ്രിയമുണ്ടായിരുന്ന അവൻ്റെ പിതാവും ഇത് കണ്ട് ഒന്നും മിണ്ടിയില്ല. ഭഗവാന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ധ്രുവൻ കൊടും തപസ്സനുഷ്ഠിക്കാൻ വനത്തിലേക്ക് പോയി. നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം തപസ്സനുഷ്ഠിച്ചു. അവൻ്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവനായി ഒരു ധ്രുവപദത്തെ നൽകി. ആ ധ്രുവലോകത്തിന് മുകളിലെ ലോകങ്ങളിലും താഴെയുള്ള ലോകങ്ങളിലുമിരുന്ന് ഭൃഗുമഹർഷിയെ പോലെയുള്ള ദിവ്യപുരുഷന്മാർ ധ്രുവനെ സ്തുതിച്ചു. ഭഗവാന്റെ അടുത്ത അവതാരം പൃഥു മഹാരാജാവായിട്ടായിരുന്നു. മഹാരാജാവ് വേനൻ അധാർമികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് കണ്ട് ബ്രാഹ്മണർ അദ്ദേഹത്തെ ഉപദേശിച്ചു. ആ ഉപദേശം കേൾക്കാതിരുന്ന വേനനെ ശാപവാക്കുകളാൽ അവർ അതികഠിനമായി ശിക്ഷിച്ചു. ആ ശാപം നിമിത്തം രാജാവ് വേനൻ സത്കർമ്മങ്ങളും സകല ഐശ്വര്യങ്ങളും നശിച്ച് നരകത്തിൽ തള്ളപ്പെട്ടു. പക്ഷേ ആ വേനനിൽ നിന്ന് സത്പുത്രനായി പൃഥു മഹാരാജാവായി ഭഗവാൻ ജനിച്ചതിനാൽ അച്ഛനായ വേനനെ നരകത്തിൽ പതിക്കുന്നതിൽ നിന്നും ത്രാണം ചെയ്യാൻ, അതായത് രക്ഷിക്കാൻ മകന് സാധിച്ചു. അങ്ങനെ പൃഥു മഹാരാജാവ് പുത്രൻ എന്ന നാമത്തിന് പൂർണ്ണ അർഹനായി തീർന്നു. വേനപുത്രനായി ജനിച്ച പൃഥു എന്നു പേരുള്ള ഭഗവാന്റെ അവതാരം പിന്നീട് ഭൂമി പിൻവലിച്ച എല്ലാ ഔഷധ സസ്യങ്ങളും ഫലഭൂയിഷ്ടിയും ഭൂമിയിൽ നിന്ന് തന്നെ കറന്നെടുത്തു. അതിന് കാരണം സ്വന്തം പിതാവായ വേനന്റെ ദുർഭരണം കണ്ട് ഭൂമി സകല സമൃദ്ധിയെയും പിൻവലിച്ചതായിരുന്നു. അത് പിന്നീട് പൃഥു മഹാരാജാവാണ് തിരിച്ചുപിടിച്ച് ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കിയത്. ഭഗവാന്റെ അടുത്ത അവതാരം ശ്രേഷ്ഠനായ യോഗിയായിരുന്ന ഋഷഭയോഗീശ്വരനായിട്ടായിരുന്നു. നാഭി രാജാവിന് സ്വന്തം പത്നിയായ സുദേവിയിൽ പുത്രനായി ഋഷഭൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. ഋഷഭൻ സമദൃഷ്ടിയുള്ളവനായിരുന്നു. എല്ലാവരെയും ഏകഭാവത്തിൽ അദ്ദേഹം കണ്ടു. മനസ്സിനെ സന്തുലിതാവസ്ഥയിലാക്കുവാൻ യോഗ അനുഷ്ഠിച്ചു. ഈ സന്തുലിതാവസ്ഥയെ പരിപൂർണ സാക്ഷാത്കാരാവസ്ഥയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഋഷഭയോഗീശ്വരനായി ജനിച്ചതും സാക്ഷാൽ ശ്രീഹരി തന്നെയായിരുന്നു. അടുത്തതായി ഭഗവാന്റെ ഹയഗ്രീവ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മാവ് പറയുകയാണ്, ഞാൻ ഒരു യാഗം നടത്തിയപ്പോൾ എൻ്റെ യാഗത്തിൽ വേദസ്വരൂപനും യജ്ഞസ്വരൂപനുമായ സകല യജ്ഞങ്ങളുടെ ഫലദാതാവായി ആ ഭഗവാൻ ആ യജ്ഞത്തിൽ നിന്ന് സ്വർണ്ണ നിറത്തോടെ കുതിരയുടെ ശിരസോടുകൂടി ഹയഗ്രീവമൂർത്തിയായി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ഹയഗ്രീവമൂർത്തിയുടെ ശ്വാസത്തിൽ നിന്ന് മധുരതരമായ വേദമന്ത്രങ്ങൾ ആവിർഭവിക്കുകയും ചെയ്തു. ഇപ്രകാരം ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഭഗവാൻ എടുത്ത പ്രധാന അവതാരങ്ങളെക്കുറിച്ച് ഭക്തരുടെ കഥകളെക്കുറിച്ചും ചുരുക്കി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭാഗവതത്തിൻ്റെ ഒരു ഉള്ളടക്കമാണ്. ഇനി ഈ കഥകളെ വളരെ വിശാലമായി തന്നെ നമുക്ക് ഭാഗവതത്തിൽ പഠിക്കാൻ സാധിക്കും. തുടർന്നുള്ള അവതാരങ്ങളെക്കുറിച്ച്
അടുത്ത ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രണാമം.